എം ടി എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വകാര്യമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചു പോകുമ്പോൾ പുന്നൂർക്കുളത്തു നിന്ന് ഏതോ ഒരു അനാഥ നിമിഷത്തിൽ കുന്നംകുളത്ത് ചെന്ന് ഒരു പോർട്ടറിൽ നിന്ന് 2 ഉറുപ്പിക വാങ്ങിച്ച് പാലക്കാട്ടേക്ക് പോയ ഒരു എം ടി വാസുദേവൻ നായരുണ്ട്. ആ യാത്രയാണ് പിന്നീട് അനേകം സിംഹാസനങ്ങൾ, ദിഗ്വിജയങ്ങൾ വെട്ടിപ്പിടിച്ച് വീണ്ടും വരാനുള്ള ആദ്യത്തെ യാത്രയാകുന്നത്. ഒരുപാട് പറയാനുണ്ട് എം ടിയെ കുറിച്ച്. മടങ്ങി വരാൻ വേണ്ടി മാത്രമാണ് എം ടി എന്നും യാത്ര പോയത്. ഇന്നലെ തുഞ്ചൻ പറമ്പിൽ 100 കണക്കിന് കുട്ടികളെ അദ്ദേഹം എഴുത്തിനിരുത്തി. സി രാധാകൃഷ്ണൻ എന്ന മലയാളത്തിലെ മൗലിക പ്രതിഭാധനായ എഴുത്തുകാരന് മൂർത്തിദേവി പുരസ്കാരം സമ്മാനിച്ചതും അദ്ദേഹമാണ്. ആ സമ്മാനം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് സി രാധാകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ കൈവന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണിത്. അങ്ങനെ അനേകം എഴുത്തുകാർ, വായനയെ സ്നേഹിച്ചവർ, അക്ഷരത്തെ സ്നേഹിച്ചവർ, സംസ്കാരത്തെ സ്നേഹിച്ചവർ, ഏതൊരു മനുഷ്യൻ്റെ സ്പർശത്തിനും കടാക്ഷത്തിനും ഒരു അനുഗ്രഹത്തിനും വേണ്ടിയാണോ കേരളക്കരയിൽ എന്നും കാത്തു നിൽക്കുന്നത്, അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിന് കൈവന്ന അപൂർവം സുഹൃതങ്ങളിൽ ഒന്നാണ് എം ടി. 5-6 പതിറ്റാണ്ട് കാലത്തോളമായി 6 പതിറ്റാണ്ടോളമായി നിരന്തരം അദ്ദേഹം മലയാളത്തിൻ്റെ സുഹൃതമായി തന്നെ നിലനിൽക്കുക. എം ടി എഴുതിയിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയാണ് പോകുന്നത്. അഭയം തേടി എന്നോ മറ്റോ കഥയിൽ ശാന്താറാം എന്നൊരു കുട്ടിയുണ്ട്. അവൻ ജന്മഗ്രാമത്തിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കും. പിടിച്ചുകൊണ്ടുവരും, വീണ്ടും ഓടിപ്പോകും. ഗൃഹനാഥൻ പറഞ്ഞു, ആ ഗ്രാമത്തിൽ അവൻ ആരുമില്ല. അവൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. ആ ഗ്രാമത്തിലൊരു അമ്പലമുണ്ട്, അമ്പലത്തിനടുത്തൊരു ആലുണ്ട്, ആലിൻ്റെ അരികിലൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകാം. ആ വഴി വെറുതെ പോവുകയാണ്. കഥാകൃത്ത് പിന്നീട് വിചാരിക്കുന്നുണ്ട്, ശരിയാണ്, ഓടിക്കൊണ്ടിരിക്കും. സത്താറ എന്ന ഗ്രാമത്തിലേക്ക്, അവിടെ ഒരു അമ്പലത്തിനടുത്തേക്ക്, ആലിൻ്റെ ചുവട്ടിലേക്ക്, അവിടെയുള്ള വീട്ടിലേക്ക് നിരന്തരം ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കുട്ടി എം ടി വാസുദേവൻ നായരിൽ എന്നുമുണ്ട്. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ പുരസ്കാരങ്ങളും, ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സി രാധാകൃഷ്ണൻ ആശംസിച്ചതുപോലെ നിങ്ങളുടെയൊക്കെ ഹൃദയവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അദ്ദേഹത്തിന് കിട്ടാനുള്ളത് മഹത്തായ ഒരു പുരസ്കാരമാണ്. അത് കിട്ടാനുള്ള ഒരു അനുഗ്രഹമാകട്ടെ, പിതൃപുണ്യമായി തീരട്ടെ ഈ പുരസ്കാരം. ആ പുരസ്കാരം നിങ്ങൾക്കറിയാം, അത് നൊബേൽ സമ്മാനമാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന് ആ പുരസ്കാരം കൂടി കിട്ടിയതിനു ശേഷം ഒരുമിച്ച് ആദരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനപ്പുറം അദ്ദേഹത്തെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ കഴിയുകയില്ല. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അഗ്രപീഠത്തിൽ എന്നും വെളിച്ചമായി, ഗുരുവായി അദ്ദേഹമുണ്ട്. പേനെടുക്കുമ്പോഴൊക്കെ പേന കൊണ്ട് മാത്രം ലോകം കീഴടക്കിയ ഈ വലിയ എഴുത്തുകാരനെ ഞങ്ങളൊക്കെ സ്മരിക്കുന്നുണ്ട്. കേരളത്തിലെ എഴുത്തിൽ, സാഹിത്യത്തിൽ പാവങ്ങളുടെ പരിഭാഷ നിർണായകമായ നാഴികക്കല്ലായിരുന്നു എന്ന് എഴുതി വെച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. പാവങ്ങളുടെ പരിഭാഷയിലൂടെ മലയാള സാഹിത്യത്തിന് ദിശാബോധം നൽകിയ ഒരു കാലഘട്ടത്തിൻ്റെ കുലഗുരു, മലയാള സാഹിത്യത്തിൻ്റെ മുഴുവൻ കുലഗുരു, കണ്ണുനീർത്തുള്ളിയുടെ എഴുത്തുകാരൻ. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കൽ ഏതാണ്ടൊരു മൂലക്കിരുന്ന് നോക്കുന്ന മർത്യൻ, കഥ എന്ത് കണ്ടു എന്ന് മനുഷ്യ ജന്മത്തിൻ്റെ നിസ്സാരതയെ ലോകത്തെ ഓർമ്മപ്പെടുത്തിയ, ഒരുപക്ഷെ കവിത്രയത്തിൽ ഒരാളായി മാറേണ്ടിയിരുന്ന, കവിത്രയം 3 പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പുറത്തായത്. അത്തരത്തിൽ ഒരു കാലഘട്ടത്തെ ജ്വലിപ്പിച്ചു നിർത്തിയ നാലാപ്പാടിൻ്റെ സ്മരണയിലുള്ള ഈ പുരസ്കാരം എം ടിക്ക് സമ്മാനിക്കുന്നത് ഇന്ന് കേരളം വളരെ സത്യസന്ധമായി, ഒരു വിശേഷ കുടുംബങ്ങൾ ഏതൊരു മനുഷ്യൻ്റെ ശക്തിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, തീർച്ചയായും അത് VM സുധീരനാണ്. മദ്യം എന്ന മഹാവിപത്തിനെ തുടച്ചു നീക്കാനുള്ള വളരെ സങ്കീർണമായ ഒരു യുദ്ധം, വളരെ സങ്കീർണമാണ്, എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്നതല്ല. എങ്കിലും മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യൻ്റെ സമാധാനത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി തനിക്ക് കൈവന്ന ഒരവസരം പരിപൂർണമായി വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് കേരളത്തോട് പ്രഖ്യാപിച്ച ധീരത, നിർഭയത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പഴയ പാരമ്പര്യത്തിൽ നിന്നുണ്ടായ നിർഭയതയാണ്. ആ നിർഭയതയാണ് എല്ലാ കക്ഷിബന്ധങ്ങൾക്കും അതീതമായി സുധീരനെ സ്നേഹിക്കാൻ കേരളത്തിലെ ജനതയെ പ്രേരിപ്പിക്കുന്നത്. വാസുവേട്ടൻ ഇതിൻ്റെ പുരസ്കാരം കൊടുക്കുമ്പോൾ അതൊരു ശുദ്ധമായ കൈകൊണ്ട് വേണമെന്ന് നാലപ്പാടൻ സംസ്കാര സമിതി തീരുമാനിച്ചത് തീർച്ചയായും ഉചിതമായ ഒരു കൈയ്യെഴുത്തന്നെ കണ്ടെത്തിക്കൊണ്ടാണ്. ഈ നിമിഷം അദ്ദേഹത്തെയും ആദരിക്കുന്നു. അബ്ദുൽ ഖാദർ എൻ്റെ പ്രിയ സുഹൃത്താണ്, ഈ നാടിൻ്റെ MLA ആണ്. ഈ നാടിൻ്റെ ഓരോ വീടിനും ഓരോ നാടിമെടുപ്പിനും പരിചയമുള്ള ആളാണ്. ഉമ്മറും മധുബാലും വന്നിട്ടുണ്ട്. മലയാളത്തിലെ മികച്ച കഥാകൃത്തുക്കൾ ഒരാളാണ്. നല്ല നടനാണ്, സംവിധായകർ തിരിച്ചറിഞ്ഞു. 4 തലമുറകളിലുള്ള അനേകം മനുഷ്യർ അവരുടെ ജീവിതമാണ് എം ടിയെ വായിച്ചത്. പരാജയപ്പെടുമ്പോൾ അവർ എം ടിയെ വായിച്ച് പരാജയത്തെ മറികടന്നു. ആത്മഹത്യക്ക് പോകുമ്പോൾ ചിലപ്പോൾ എം ടിയെ വായിച്ച് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞു.
അങ്ങനെ 4 തലമുറയിലെ കേരളീയ സമൂഹത്തിന് മുഴുവൻ 6 പതിറ്റാണ്ട് കാലം ഏറ്റക്കുറച്ചിലുകളില്ലാത്ത മഹാ അക്ഷര സമുദ്രമായി, നാശമില്ലാത്ത സമുദ്രമായി ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ ഇങ്ങനെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. മലയാള സാഹിത്യരംഗത്തെ ആദ്യത്തെയും ഒടുക്കത്തെയും ഹീറോ ആണ്, താരചക്രവർത്തിയാണ്, സൂപ്പർ സ്റ്റാറാണ് എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമ്മാനിക്കുന്ന നിമിഷം തീർച്ചയായും പുന്നയൂർകുളത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക ധന്യ നിമിഷമാണ്. ആ നിമിത്ത വാക്കുകൾ സംസാരിക്കാനും ശ്രീ വി.എം. സുധീരനുമാണ്. അത്തരത്തിലുള്ള ഒരു അപൂർവ ചടങ്ങിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹൃദ്യമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് സത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. സംസാരിക്കുക എന്നതല്ല, എം.ടിയും വി.എം. സുധീരനും ഒക്കെയുള്ള വേദിയിൽ പ്രസംഗിക്കുക എന്നുള്ളത് തന്നെ ആലങ്കോട് പറഞ്ഞതുപോലെ ഒരു അതിസാഹസമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് വരിക, കാണുക, അനുഗ്രഹം മേടിക്കുക എന്നതിനപ്പുറം ഈ മനുഷ്യൻ ജീവിക്കുന്ന, ഈ മനുഷ്യനോടൊപ്പമുള്ള ശ്വാസം ശ്വസിക്കാൻ കഴിയുന്ന ഒരവസരം കൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. വാസുവിൻ്റെ ഉച്ഛ്വാസമാണ് ഒരർത്ഥത്തിൽ നമ്മളൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ജീവിതത്തെ അത്രമാത്രം സ്നേഹിക്കുകയും സ്നേഹത്തെക്കുറിച്ച് മാത്രം പറയുകയും സ്നേഹത്തെക്കുറിച്ച് മാത്രം എഴുതുകയും സ്നേഹത്തെക്കുറിച്ച് എത്ര ആവർത്തി പറഞ്ഞാലും മതിയാവില്ല എന്ന ആ ഒരു ബോധത്തോടു കൂടി മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രം ഒരു ക്ലീഷേ പോലെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു മഹാ എഴുത്തുകാരൻ, ഒരു മഹാസാഗരം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വലിയ കർമ്മമായിട്ട് ഞാൻ ഈ ചടങ്ങിനെ കാണുന്നുണ്ട്. ഈശ്വരൻ അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യന് ഇനിയും ആരോഗ്യം കൊടുക്കുകയും എഴുതാൻ അതിൽ ശേഷി നൽകുകയും എപ്പോഴും സ്നേഹത്തെ ദീപിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനോടൊപ്പമുള്ള ഈ വേദി അക്ഷരാർത്ഥത്തിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അത് നമുക്കെല്ലാം കിട്ടിയ ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിനവും കൂടിയായിട്ട് ഞാൻ കാണുന്നു. അധികമൊന്നും സംസാരിക്കുന്നില്ല, പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഈ മനുഷ്യൻ മലയാളിയുടെ അഭിമാനമാണ്. അത് എല്ലാ കാലത്തേക്കുമായിട്ട് നിലനിർത്തുന്ന ഒരു വലിയ ജനത നമുക്കുണ്ട്. ആ ജനതയോടൊപ്പം ഞാനുമുണ്ട്. പ്രസിഡന്റിൻ്റെ അഭിവാദ്യങ്ങൾ. ഇതൊരു ഈ ചടങ്ങിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ അശോകൻ ഇതിനായി ക്ഷണിച്ചപ്പോൾ ഒരു നിമിഷം ഞാനൊന്ന് മറുപടി പറയാൻ താമസിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, എം.ടി എവിടെ, ഞാനെവിടെ. നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഇതിഹാസമാണ് എം.ടി. വാസുദേവൻ നായർ. കുട്ടിക്കാലം മുതലേ ആരാധനയോടുകൂടി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ 4 കെട്ട് മുതൽ വായിക്കാൻ അവസരമുണ്ടായിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു തരത്തിലുള്ള വൈകാരികമായ ബന്ധം അദ്ദേഹവുമായി കുട്ടിക്കാലം മുതലേ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അന്ന് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന കാരമുക്ക് ലൈബ്രറിയിലായിരുന്ന ഒരു സിദ്ധാർത്ഥ മാഷ്, അതിനിപ്പോഴില്ല. ഇടയ്ക്ക് പുള്ളി ചില തീവ്രവാദ പ്രസ്ഥാനമായി ബന്ധപ്പെട്ടൊക്കെ പല വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഇല്ല, പക്ഷെ നന്നായി വായിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറക്കാനാകില്ല. പല പുസ്തകങ്ങളും വായിക്കാൻ എനിക്ക് മാർഗനിർദ്ദേശം തന്നത് അക്കാലത്ത് അദ്ദേഹമായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, 4 കെട്ട് വായിക്കണം. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എം.ടിയുടെ പുസ്തകമാണ്. ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്നിരുന്ന് ഞങ്ങളുടെ വീട്ടിലന്ന് വൈദ്യുതി വന്നിട്ടില്ല. മണ്ണെണ്ണ വിളക്കിൽ വായിച്ച് അന്നും പിറ്റേ ദിവസവുമായി അത് തീർക്കുകയാണ്. അന്ന് മുതലുള്ളൊരു ബന്ധം 4 കെട്ടിൻ്റെ സൃഷ്ടാവായ
എം ടിയോട്. അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമല്ല. അദ്ദേഹത്തിന് കിട്ടാത്ത പുരസ്കാരങ്ങൾ, ഈ പുരസ്കാരം ഇനി ഇപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞതുപോലെ നോബൽ അദ്ദേഹത്തെ ആദരിച്ചു. ഒരു സാഹിത്യകാരന് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനപീഠം അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തേക്ക് തേടിയെത്തി. ഒരു പുരസ്കാരത്തിൻ്റെയും പുറകെ പോകുന്ന ആളല്ല എം ടി. ഒരാളോട് പോലും അധികമായൊരു വാക്കുച്ചരിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തെ തേടിയാണ് ഈ പുരസ്കാരങ്ങളൊക്കെ വന്നിട്ടുള്ളത്. രാഷ്ട്രം തന്നെ പത്മഭൂഷൺ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അക്ഷരങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയ എം ടി ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. തലമുറകളുടെ ഇടയിൽ അത് പഴയകാല വായനക്കാർക്ക് മാത്രമല്ല, കർത്താക്കളും അവർ ആദ്യം എഴുതിയ കാലത്ത്, അവരുടെ ചെറുപ്പകാലത്ത് അവർക്കുണ്ടാകുന്ന ആരാധകരെ അതേ രീതിയിൽ തുടർന്ന് ഈ തലമുറയും അങ്ങേയറ്റത്തെ ആസ്വാദന ത്വരയോടുകൂടി അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഇന്നും നാലുകെട്ടൊക്കെ ഇപ്പോഴും വായിക്കുന്നു. നാലുകെട്ടിൻ്റെ സുവർണ ജൂബിലി ആഘോഷം എനിക്ക് തോന്നുന്നു 2008 മറ്റോ ആണ് നടന്നിട്ടുള്ളത്. അന്ന് ശ്രീരാമനായിരുന്നു ഇവിടെ സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അന്ന് എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അസുഖമായതുകൊണ്ട് എനിക്കൊന്നും വരാനൊത്തില്ല. പക്ഷേ ഇപ്പോഴും നാലുകെട്ട് ആളുകൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. സുവർണ ജൂബിലി പിന്നിട്ട് വർഷങ്ങൾ കടന്നുപോയെങ്കിലും നാലുകെട്ടിൻ്റെ പതിപ്പുകൾ ഇറങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരിക്കലും മറക്കാനാവാത്ത പ്രതിഭാവിലാസം കൊണ്ട് മലയാളികളെ അനുഗ്രഹിച്ച അതിശ്രേഷ്ഠനായ എഴുത്തുകാരനാണ് അദ്ദേഹമെന്ന് എടുത്തു പറയാൻ സാധിക്കും. അദ്ദേഹം നോവലുകളുടെ സൃഷ്ടാവാണ്, ഒന്നാം തരം സിനിമകളുടെ സൃഷ്ടാവാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് മുറപ്പെണ്ണ് കണ്ടത്. ഭാരതപ്പുഴ എന്നും എം ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ നിളയുടെ സാഹിത്യകാരൻ എന്നുള്ള നിലയിലാണ്. മുറപ്പെണ്ണ് ഇന്നും, ഇപ്പോൾ മുറപ്പെണ്ണ് പുറത്തിറങ്ങിയിട്ട് എത്രയോ വർഷമായി. ശോഭനാ പരമേശ്വരൻ നായർ നമ്മോടൊപ്പം ഇല്ല. പക്ഷേ ദൃശ്യ വൈശിഷ്ട്യം ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുമാറുന്നില്ല. ഒരുതരം ഗ്രഹാതുരമായൊരു അനുഭവം പോലെ മുറപ്പെണ്ണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുറപ്പെണ്ണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്നും അഭിമാനിക്കാം. നമ്മുടെ സ്വന്തം എം ടി, നമ്മുടെ അഹങ്കാരം, മലയാളിക്ക് അഹങ്കാരത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കും, എം ടി നമ്മുടേതാണ്. ആ തരത്തിൽ മലയാളികളുടെ മനസ്സിനെ കീഴടക്കാനായ എം ടിക്ക് ഇതുപോലൊരു പുരസ്കാരം നാലാപ്പാടൻ്റെ സ്മരണയെ മുൻനിർത്തി നൽകാനാകുന്നു എന്നുള്ളതിലുള്ള എൻ്റെ പ്രത്യേകമായ ഒരു സംതൃപ്തിയും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. അത് സ്വീകരിക്കാനും ഇവിടെ ഈ സദസ്സ് വന്ന് നമ്മളെയൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളതിലുള്ള പ്രത്യേകമായ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ നേരത്തെ ശ്രീ ലീലാകൃഷ്ണൻ പറഞ്ഞതുപോലെ പൊന്നിയൂർ കുളത്തിനൊരു പ്രത്യേകത എത്രമാത്രമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ സാഹിത്യ തറവാട്, അതിൻ്റെ ആ പാരമ്പര്യം ഒട്ടും ചോർന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സാംസ്കാരിക സമിതി, നാലാപ്പാടൻ അനുസ്മരണ സമിതി പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട എം ടിയെ എല്ലാവരുടെയും പേരിൽ എൻ്റെ സ്വന്തം നിലയിൽ ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാണ് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
അശോകൻ എന്നെ ഈ പരിപാടിയുടെ കാര്യം പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ എനിക്ക് ഇന്നലെ ഞാനൊക്കെ മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇന്ന് വരാമെന്ന് പറഞ്ഞത് നാലപ്പാടിനോടുള്ള ആദരം, പുന്നൂർക്കുളത്തിനോടുള്ള ബന്ധം, തങ്ങി നിൽക്കുന്ന ബന്ധം. ഞാൻ ജനിച്ചത് ഭാരതപ്പുഴ തീരത്തുൾപ്പത്താലത്തിക്കടുത്തുള്ള കൂടല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എൻ്റെ അച്ഛൻ്റെ വീട് ഇവിടെയായിരുന്നു. പുന്നൂർക്കുളം ഞങ്ങൾക്ക് ഒരു വിദേശ രാജ്യമുണ്ട്. മാത്രമല്ല ഒഴിവുകാലത്തൊക്കെ ഇവിടെ വന്ന് അച്ഛമ്മയുടെയൊക്കെ കൂടെ താമസിക്കുമ്പോൾ അച്ഛൻ അച്ഛനൊക്കെ അന്ന് പുറത്തായിരുന്നത്. ഇവിടെയൊക്കെ കൂടെ വന്ന് താമസിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സൗഭാഗ്യമുണ്ട്. അവിടെ കിട്ടാത്ത സൗഭാഗ്യങ്ങൾ, ഞങ്ങളുടെ ഗ്രാമത്തിൽ കിട്ടാത്ത സൗഭാഗ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഈന്ത് ഞങ്ങളുടെ അവിടെ വളരെ അപൂർവമായ വസ്തു. അങ്ങനെ ഈ ഭക്ഷണ സാധനങ്ങളിൽ തന്നെ അവിടെ അപരിചിതമായ പല ഭക്ഷണ സാധനങ്ങളും കിട്ടും. കുറേ കൂടി കൃഷിയും സൗകര്യമൊക്കെ ഉണ്ടായിരുന്ന വീട്ടുകാരായതുകൊണ്ട് ഇടനേരങ്ങളിൽ പലഹാരം കിട്ടും. ഇതൊന്നും അവിടെയില്ല, അതിനുള്ള വകുപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഗ്രാമത്തിൻ്റെ പ്രകൃതി ഒക്കെ ആയിട്ട് അമ്മേ എൻ്റെ ഇളം പ്രായത്തിലും കൗമാരത്തിലും നവയൗവനത്തിലുമൊക്കെ ഞാൻ വളരെ എനിക്ക് പരിചയമായ ഈ ഗ്രാമത്തിൻ്റെ സവിശേഷതകൾ വളരെ കഴിഞ്ഞിട്ടും ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഇവിടെ അങ്ങനെ കൃത്യമായ വഴികളൊന്നുമില്ല. പണ്ടൊന്നറിയില്ല. പണ്ട് ആർക്കും ആരുടെ പറമ്പിലൂടെയും കയറിയിട്ട് പോവാം. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇന്നതിക്കിലാണ് ഒരു പറമ്പിൽ കയറി ഒരു വീട്ടിൻ്റെ മുറ്റത്ത് കൂടെ പോയി വേറൊരു സ്ഥലത്തേക്ക് ഇറങ്ങി ആർക്കും അതിലൊരു അലോക്യമില്ല. അതൊരു സാധാരണ പതിവായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോൾ ഒരു അത്ഭുതകരമായ സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ പലതും ഈ ഗ്രാമപ്രകൃതി പുന്നോക്കാവൂർ അമ്പലത്തിലേക്ക് നല്ല നിലാവുള്ള ഉത്സവകാലത്ത് നടന്നു പോയിരുന്ന അച്ഛമ്മകളുടെ കൂടെ നടന്നു പോയിരുന്ന രാത്രികൾ, ഇതൊക്കെ പലതും എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രദേശം. ആ കാലത്താണ് ഞാൻ ഈ വഴിക്ക് നടന്നു പോകുമ്പോൾ നാലപ്പാട്ടുകാര വീടിൻ്റെ പടിക്കൽ നാലപ്പാട്ട് നാരായണവനം നിൽക്കുന്നത് കണ്ടു. അദ്ദേഹമാണെന്ന് എനിക്കറിയാം. അകലെ നിന്ന് അദ്ദേഹത്തെ നോക്കി അദ്ദേഹമാണെന്ന് മനസ്സിലായി. അകലെ നിന്നുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം ഈ താളം തുള്ളുന്ന തെങ്ങോലകളുടെ മുകളിലേക്ക് എവിടെയോ നോക്കിക്കൊണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല ഞാൻ ആ കാലത്ത് ഏതോ ഒരു ചെറിയ മാസികയിൽ ഞാൻ നാലപ്പാടനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെറിയ കൂടിക്കാഴ്ചയില്ല, അകലെ നിന്നുള്ള ഈ കാഴ്ചയെപ്പറ്റി ചെറിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്നൊക്കെ വന്നുള്ള അച്ചടിച്ച മാസികയാണ്. പിന്നീട് ഒരിക്കൽ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന കാലത്ത് ഒരിക്കൽ ഞങ്ങൾ ഇതിലൂടെ എവിടെ ഒരു ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പരിചയപ്പെടുത്താം. എനിക്ക് സ്വതവേ ലജ്ജാശിയല്ല. അല്ല വേണ്ട അല്ല വാ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി അവർ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മകനാണ്, കോളേജിൽ പഠിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയ ഒരു നിമിഷം. അപ്പം അങ്ങനെ ഈ പ്രദേശത്തോട് ബാലാമണിയമ്മ, കമലാദാസ്, ഇവരെല്ലാവരോടുമുള്ള ഒരു അടുപ്പം ഒരു വശത്ത്. ഇതിനൊക്കെ പുറമേ നാലപ്പാടിനെ പറ്റി പറയുമ്പോൾ ഇത് ഞാനിവിടെ എല്ലാം വേറെ പ്രധാനപ്പെട്ട ചില സമ്മേളനങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോക സാഹിത്യത്തിൻ്റെ മുഴുവൻ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ പലയിടത്തും സാഹിത്യത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച ചില അപൂർവ പ്രതിഭകളുണ്ട്. പാരീസിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 10 നോവലുകൾ ഏത് കാലത്തും തിരഞ്ഞെടുക്കുമ്പോൾ ഫ്ലോബേറിൻ്റെ മദാം ബോവറി എന്ന് പറയുന്ന നോവലെടുക്കും. ഈ മദാം ബോവറിയുടെ കർത്താവായ ഫ്ലോബേർ, അദ്ദേഹം കാഥികരുടെ കാഥികനായിരുന്നു, പലർക്കും ഗുരുസ്ഥാനീയനായിരുന്നു.
അവിടെ എല്ലാ ആഴ്ചകളിലും പാരീസിലെ അക്കാലത്തെ പ്രഗത്ഭരായ എഴുത്തുകാർ മുഴുവൻ വന്നു ചേർന്നിരുന്നു. അവരെഴുതിയത് ചിലത് കാണിക്കാൻ, ചിലപ്പോൾ ചിലത് വായിക്കാൻ ഒക്കെ. അവർക്കൊരു ആതിഥേയത്വം നൽകിയിരുന്ന സ്ഥലമായിരുന്നു ഫ്ലോബേറിൻ്റെ വീട്. അതിലെത്താതിരുന്നത് ആ കാലത്ത് എമിലി സോള മാത്രമായിരുന്നു. അത് ആരാണ് സീനിയർ എന്നുള്ളൊരു തർക്കം കൊണ്ടാവാം. എന്തായാലും അദ്ദേഹം ഒഴികെ അക്കാലത്തുണ്ടായിരുന്ന എല്ലാ പ്രഗത്ഭരായ എഴുത്തുകാരും ഫ്ലോബേറിൻ്റെ അവിടെ വന്നിരുന്നു. അതിനോട് ബന്ധപ്പെടുത്തിയിട്ടൊരു സംഭവം കൂടിയുണ്ട്, അതും സാഹിത്യചരിത്രമായിട്ട് ബന്ധപ്പെട്ടത്. ഫ്ലോബേർ അവിവാഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇളം പ്രായത്തിൽ അദ്ദേഹത്തിന് അനുരാഗം തോന്നിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ വിവാഹം നടന്നില്ല. അവർ വിവാഹം കഴിച്ചു, പിന്നീട് പരിത്യക്തയായി. അതിലൊരു മകനുണ്ടായിരുന്നു. അപ്പോൾ ഈ മകന് കുറച്ച് കവിതാവാസന. ഈ സ്ത്രീക്ക് എവിടെയെങ്കിലും ഈ ചെറുപ്പക്കാരെ ഉമ്പ്രായക്കാരൻ കുട്ടി കുറച്ച് സാഹിത്യം വായിക്കുകയോ കവിത വായിക്കുകയോ ആ വഴിക്ക് വളരട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ പഴയ ആരാധനാപാത്രമായ ഫ്ലോബേറിനോട് അപേക്ഷിക്കുകയും കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, ലൈബ്രറി പുസ്തകങ്ങളും. ഈ പയ്യൻ കഥ വായിച്ചു. എല്ലാവരും അമ്പരന്ന് പോയി. ബോൾ ഓഫ് ഫാറ്റ് എന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ പറയും ആ കഥയുടെ പേര്. അല്പം നീണ്ടച്ചത് ഈ സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ചു. അപ്പം അന്ന് ഫ്ലോബേർ വിളിച്ച് പറഞ്ഞു, നീ ഇതുവരെ കവിത അല്ല, ഇനി ശ്രദ്ധിക്കേണ്ടത് കഥയിൽ തന്നെയാണ്. ഇത് പറഞ്ഞു വരുന്നത് ഒരു ആതിഥേയത്വം. ഫ്ലോബേർ നാലപ്പാടിൻ്റെ ആതിഥേയത്വം. ഇവിടെ വള്ളത്തോളുണ്ടായിരുന്നു, കുട്ടികൃഷ്ണന്മാരാരുണ്ടായിരുന്നു, MRV ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഉറവ് വന്നു പോയിരുന്നു. ഇവരെല്ലാവരും കൂടി ഉണ്ടായിരുന്ന ഒരു സാഹിത്യ സൗഹൃദമുണ്ടല്ലോ, അത് അത്ഭുതകരമായ ഒരു കാലഘട്ടമായി. കുട്ടികൃഷ്ണന്മാരാർ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ വള്ളത്തോൾ ഇങ്ങനെ വളരെ പ്രകാശിച്ച് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹത്തിനെ സ്നേഹിക്കുകയും കവിതയെ ബഹുമാനിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് നാലപ്പാട്. പക്ഷെ വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് കുട്ടികൃഷ്ണന്മാരും നാലപ്പാടും തമ്മിൽ എന്തോ ഒരു ആലോക്യം ഉണ്ടായി. ആലോക്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാശ് ചോദിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ്, കടം ചോദിച്ചു. പക്ഷേ അങ്ങനെ ഒരു തുറന്ന മനസ്ഥിതിയുള്ള ആളായിരുന്നു. പക്ഷേ എന്നോട് സത്യമായിട്ട് ചോദിച്ചാൽ ആരാണ് വലിയ കവി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ വള്ളത്തോളിൻ്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ വള്ളത്തോളിനേക്കാളും വലിയ കവി നാലപ്പാടനാണെന്ന് ഞാൻ പറയും എന്ന് വള്ളത്തോൾ. അതിനെ കവി എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം വലിയ കവിയായിരുന്നു, യാതൊരു അംശം. വാക്കുകൾ അനാവശ്യമായ ഒരു വാക്കുകളും കടന്നു വരാത്ത നിലയിൽ കവിതയെ ചിട്ടപ്പെടുത്തിയ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അർത്ഥജ്ഞാനമുണ്ട്, രതിസാമ്രാജ്യമുണ്ട്. അതിലൊക്കെ പ്രധാനം അദ്ദേഹത്തിൻ്റെ പാവങ്ങളുടെ വിവർത്തനമാണ്. 1922 തോന്നുന്നു വിവർത്തനം പ്രസിദ്ധീകരിച്ചത്. അത് മലയാള സാഹിത്യത്തിൽ ഒരു വിവർത്തന ഗ്രന്ഥം മലയാള സാഹിത്യത്തിൽ ഇത്ര അത്ഭുതകരമായ സ്വാധീനം ചെലുത്തുക എന്ന് പറഞ്ഞാൽ അപൂർവം. ആ പാവങ്ങൾ എന്ന് പറയുന്ന വിവർത്തന ഗ്രന്ഥം വായിച്ചതിൻ്റെ അനുഭവത്തെപ്പറ്റി ഉറൂബ് എഴുതിയിട്ടുണ്ട്, കുട്ടികൃഷ്ണന്മാരാർ എഴുതിയിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്. ഈ നോവൽ എന്ന് പറയുന്ന സങ്കേതം തന്നെ ഈ വളരെ വ്യത്യസ്തമാണെന്നും അതിൻ്റെ വ്യാപ്തി ഏതാണെന്നും എത്രത്തോളം ഉണ്ട് എന്നും ഒക്കെ ആളുകൾക്ക് ചിന്തിക്കാൻ അവസരം നൽകിയിട്ടുള്ള ഒരു വിവർത്തനമായിരുന്നു പാവം. മാത്രമല്ല പുതിയ ഒരു ഭാഷാശൈലി, ഗദ്യശൈലി. ആദ്യകാലത്ത് അതിനോട് ആളുകൾ അടുക്കാനൊന്ന് സംശയിച്ചിരുന്നു. കാരണം ഫ്രഞ്ച് വാക്കുകൾ അതേപടി കൊടുത്തതുകൊണ്ട്, പേരുകളൊക്കെ കൊടുത്തതുകൊണ്ട് ഴാങ്. പക്ഷേ ഈ ഗ്രന്ഥം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ ആരാധകരായി മാറി ഈ പറഞ്ഞ വലിയ വലിയ എഴുത്തുകാരെല്ലാവരും. അതിൻ്റെ സ്വാധീനം അവരെല്ലാവരും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. മാരാരും എഴുതിയിട്ടുണ്ട്,
നോവലിസ്റ്റായ ഉറൂബ് എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാവരും എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം എത്രത്തോളം സ്വാധീനിച്ചപ്പോൾ മലയാള സാഹിത്യത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയ ഇത് ഒരു വിവർത്തന ഗ്രന്ഥമാണ്. അത് പാവങ്ങളുടെ വിവർത്തനം. അപ്പം അങ്ങനെ നമ്മളുടെ സാഹിത്യത്തിന് ചില ഘട്ടങ്ങളിൽ ദിശാബോധം നൽകാൻ കൂടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ഒരു വലിയ സാഹിത്യ സമൂഹത്തിന് ആതിഥ്യം വഹിച്ചതിനപ്പുറത്ത് അദ്ദേഹം ഇങ്ങനെ ചില വ്യക്തമായ ദിശാബോധങ്ങളും നൽകി. അങ്ങനത്തെ വലിയ ഒരു എഴുത്തുകാരനായിരുന്നു നാലപ്പാടി. അദ്ദേഹത്തിൻ്റെ പിന്തലമുറക്കാരായി വന്ന് പലരുമുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ മരുമകളായ ബാലാമണിയമ്മ, അമ്മിണിയമ്മ, കമലാദാസ്, ഞാൻ അവരിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ ഒരു വിലാപകാവ്യം കൊണ്ട് ഇവിടെ ഒരു കണ്ണീരിൻ്റെ ഒരു മഹാസൗധം നിർമ്മിക്കുകയും ഒരു വിവർത്തനം കൊണ്ട് നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ ഗദ്യസാഹിത്യത്തിൻ്റെ കാഴ്ചപ്പാടിനെ ആകെ മാറ്റിമറിക്കുകയും ചെയ്ത ആളാണ് നാലപ്പാടി. അപ്പം അദ്ദേഹത്തെ നമ്മളിന്ന് സ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം കടന്നു പോകുന്ന സാഹിത്യത്തിൻ്റെ വഴികളെ നാം എല്ലാം ഓർമ്മിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ എനിക്കൊരു പുരസ്കാരം നൽകുന്നു എന്ന് പറയുമ്പോൾ എല്ലാ എളിമയോടും കൂടിയിട്ട് അസത്തിൽ അതെനിക്ക് വേണോ, വേറെ വല്ലവർക്കായി കൂടെ എന്ന് പ്രവർത്തകന്മാർ വന്നപ്പോൾ ചോദിച്ചു. പിന്നെ അവർ പോയപ്പോൾ എനിക്കൊരു സംശയം, ഇത് തെറ്റിദ്ധരിക്കുമോ, ഇത് സംഖ്യയൊക്കെ കുറവായതുകൊണ്ടാണോ ഈ ഇത് വാങ്ങാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വരും, എങ്ങനെയായാലും പുന്നേർക്കുളത്ത് ഞാൻ പറഞ്ഞു പുന്നേർക്കുളത്തൊരു സംഗതി ചെയ്യുമ്പോൾ ഞാൻ വരും. ഇതിൻ്റെ ഭൗതികമായ നേട്ടമല്ല, പക്ഷെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. അദ്ദേഹം മലയാള സാഹിത്യത്തിന് ചെയ്തിട്ടുള്ള അതിമഹത്തായ സേവനങ്ങളെ മുഴുവൻ അനുസ്മരിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടാണ് നിങ്ങൾ നൽകിയ ഈ പുരസ്കാരം ഞാൻ സ്വീകരിക്കുന്നത്. അഭിമാനത്തോടുകൂടി, വിനയത്തോടുകൂടി, സന്തോഷത്തോടുകൂടി. എല്ലാവർക്കും നന്ദി. കേരളത്തിലെ മഹാരഥന്മാരെന്ന് പറയാൻ പറ്റാവുന്ന സാഹിത്യ ലോകത്തെ അതികായനായ ശ്രീ എം.ടി. വാസുദേവൻ നായർ, അതുപോലെ രാഷ്ട്രീയ രംഗത്തെ മറ്റൊരു അതികായനായ ശ്രീ സുധീരൻ അവർ മുതലായ മഹത് വ്യക്തികളുടെ ഇവിടുത്തെ സാന്നിധ്യം കൊണ്ട് തന്നെ മഹനീയമായ ഈ ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ രണ്ട് മഹത് വ്യക്തികൾക്കും അതുപോലെ അതിനോടൊപ്പം എത്തിച്ചേർന്ന മധുപാൽ, ആലങ്കോട് ലീലാകൃഷ്ണൻ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് MLA ശ്രീ അബ്ദുൽ ഖാദർ മുതലായ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ സദസ്സ് ഇവിടെ ഇങ്ങനെ സമ്പുഷ്ടമാക്കി എത്തിച്ചേർന്നിട്ടുള്ള ഈ പരിപാടി കാണുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. കുത്തുന്ന എന്ന് പറയാം, നിറഞ്ഞു നിൽക്കുന്ന മഹാപ്രതിഭയാണെന്നുള്ളൊരു കാര്യം സംശയമില്ലാത്തതാണ്. 127ാമത്തെ ജന്മദിന ആഘോഷമാണ് നമ്മൾ 2-ാം തീയതി മുതൽ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇന്നും 7-ാം തീയതി വരെയും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാലപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സാഹിത്യത്തിനും അതുപോലെ തന്നെ കവിതാ സംഹാരത്തിന് നൽകിയുള്ള സേവനം ഒരു കാലത്തും ഒരാൾക്കും മറക്കാൻ പറ്റുന്നതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതി മതി ഈ ലോകത്തിലെ മഹാകവി എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാൻ. കണ്ണുനീർ തുള്ളി മാത്രം മതി എന്ന് പറയാം. കണ്ണുനീർ തുള്ളി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരാളാണ്. അത് കണ്ണുനീർ തുള്ളിയല്ല, അത് കണ്ണുനീർ കടലാണ്.